ഹലോ ഗെയ്സ്, നമ്മളുടെ ഈ ചിക്കനും ബീഫൊക്കെ ഇതായതുപോലെ ഇങ്ങനെ കാപ്പി കളറിൽ കറി വയ്ക്കണത് ഇഷ്ടമാണ് നിങ്ങൾക്ക്? ഒരു സിമ്പിൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇതായതുപോലെ കാപ്പി കളറിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നോർമലി കറി വയ്ക്കുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബോട്ടിയാണ് കേട്ടോ. അത് ചുമ്മാ വേവിച്ച് കൊണ്ടുവന്നതാണ് ഇനി ഇവിടെ വന്നിട്ട് കറി വയ്ക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇതൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് വഴറ്റി സെറ്റായിട്ട് എടുക്കാം. അങ്ങനെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി നല്ലപോലെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബോട്ടി പൊട്ടിച്ചിട്ടെടുക്കാം. എനിക്കിവിടെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് അത് ഇട്ടിട്ടുള്ളത്. അടച്ച് വെച്ച് കുക്കാണ് നേരം കൊണ്ട് നമ്മുടെ പൊടിക്കൈ സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളാണ്. ഒരു പാൻ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി 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 ബ്രൗൺ ഷെയ്ഡൊക്കെ തീ കൂട്ടിയിടരുതിട്ട് സിമ്മിലിടണം. വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തോ. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ ആ കറിയിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി സെറ്റാക്കിയിട്ട് സ്ലോ കുക്ക് ചെയ്യുക. നമ്മത് ഫുള്ളായിട്ട് അടച്ച് വയ്ക്കാൻ പാടില്ല. സിമ്പിളായിട്ടൊന്ന് കുറച്ച് തുറന്ന് വയ്ക്കേണ്ട രീതിയിൽ സ്ലോ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അതിങ്ങനെ സെറ്റായി കിട്ടും. നമ്മൾ എത്ര സമയം അടച്ചു വെച്ച് സ്ലോ കുക്ക് ചെയ്യുന്നു അത്രയും സമയം അതിൻ്റെ ടേസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ നോർമലി മല്ലിച്ചപ്പ് ഇടുന്നു, ഇളക്കി കൂട്ടുന്നു, അടച്ചു വയ്ക്കുന്നു. ഇതും ഫുള്ളായിട്ട് മൂടി വയ്ക്കരുത്. സ്ലോ കുക്കിൽ ഒരു 10 മിനിറ്റ്. ഇത്രയും ചെയ്താൽ സംഭവം റെഡി. അപ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.